ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 6ാം ക്ലാസ്സിലെ മലയാളമാണ്. കേരള പാഠാവലിയിലെ 3ാമത്തെ യൂണിറ്റ് നൽകുകിൽ നേടിയിടാം എന്ന പാഠത്തിലെ ഒരു സ്വപ്നമുണ്ടായിരുന്നു എന്ന നൽകുകിൽ നേടിയിടാം എന്ന യൂണിറ്റിലെ ഒരു ചാപ്റ്ററാണ് ഒരു സ്വപ്നമുണ്ടായിരുന്നു. 3ാമത്തെ ചാപ്റ്ററാണ്. ഇതിൻ്റെ പാർട്ട് 2 ക്ലാസ്സാണ് നമ്മുടെ ഇത്. നമ്മൾ പാർട്ട് 1 ക്ലാസ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 1 ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ അതിലെ ആദ്യത്തെ കുറച്ച് പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ 2ാമത്തെ ക്ലാസ്സാണ് ഈ ചാപ്റ്ററിൻ്റെ. ഇതിലും നമ്മൾ പ്രവർത്തനങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്. ഒരു സ്വപ്നമുണ്ടായിരുന്നു. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യം തന്നെ കുഞ്ഞിമാധുമയും വെള്ളവും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. വെള്ളവും കുഞ്ഞിമാധുമയും തമ്മിലുള്ള സംഭാഷണം എഴുതി നോക്കൂ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം സംഭാഷണം നോക്കാം. അതിനു മുമ്പ് ഇതൊന്ന് വായിക്കാം. കുഞ്ഞിമാധുമയുടെ മുഖത്ത് ഭാവഭേദങ്ങൾ ഒന്നുമില്ല. അരയ്ക്കൊപ്പം വെള്ളത്തിലാണ് ഇരിപ്പ്. കരിങ്കൽ കെട്ടുകളിൽ വന്ന് അലച്ചു നിലവിളിക്കുന്ന വെള്ളം. കുഞ്ഞിമാധുമയോടും ആദിയിലെ മറ്റുള്ളവരോടും വെള്ളത്തിന് എന്തെല്ലാമോ പറയാനുണ്ടായിരുന്നു. കുഞ്ഞിമാധുമയ്ക്ക് കരിങ്കൽ കെട്ടുകളിൽ നിലവിളിച്ചുകൊണ്ട് വന്ന് അലയ്ക്കുന്ന ആ വെള്ളത്തിനോടും ചിലത് പറയാനുണ്ടായിരുന്നു. വെള്ളവും കുഞ്ഞിമാധുമയും തമ്മിലുള്ള സംഭാഷണം എഴുതി നോക്കൂ. അപ്പം ആദ്യം കുഞ്ഞിമാധുമ പറയാണ്, നിനക്കിപ്പോൾ ആ പഴയ സന്തോഷമില്ലല്ലോ, എന്തു പറ്റി? വെള്ളം, എൻ്റെ ഒഴുക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണ്. വല്ലാത്തൊരു വീർപ്പുമുട്ടൽ. കുഞ്ഞിമാധുമ, നീ വരുന്നത് ഞാനും കാത്തിരിക്കുകയായിരുന്നു. വെള്ളം, എന്തിനാണ് എന്നെ തടഞ്ഞു വെക്കുന്നതും മണ്ണിനടിയിൽ കുഴിച്ചു മൂടുന്നതും? കുഞ്ഞിമാധുമ, വികസനത്തിന്റെ പേരും പറഞ്ഞാണ് മനുഷ്യർ ഇങ്ങനെ ചെയ്യുന്നത്. വെള്ളവും വായുവും ഇല്ലാതെ എന്ത് വികസനമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വെള്ളം, നിങ്ങൾക്ക് ഞാൻ എല്ലാം തരുന്നു, എന്നിട്ടും നിങ്ങൾ എന്നെ ഇല്ലാതാക്കുകയാണ്. കുഞ്ഞിമാധുമ, എനിക്ക് നിന്നെ സംരക്ഷിക്കണമെന്നുണ്ട്, എന്നാൽ ഞാൻ ഇവിടെ നിസ്സഹായയായിരിക്കുകയാണ്. വെള്ളം, എനിക്കറിയാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും ഡയലോഗുകൾ ഉൾപ്പെടുത്തിയിട്ട് കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിതിൽ ഇത്ര മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇനി നിങ്ങളുടെ പ്രതികരണം. ഗാന്ധിജി പറഞ്ഞതും ആദിയിലെ മനുഷ്യരുടെ കഥയുമായിട്ടാണ് നമ്മളിവിടെ പ്രതികരണം കുറിപ്പ് തയ്യാറാക്കേണ്ടത്. രണ്ടും ഉൾപ്പെടുത്തിയിട്ട് വേണം. അപ്പം ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞു, എല്ലാ മനുഷ്യരുടെയും ആവശ്യങ്ങൾക്കുള്ള വിഭവങ്ങൾ ഭൂമിയിലുണ്ട്, എന്നാൽ ഒരാളുടെയും ആർത്തി തീർക്കാനുള്ള വിഭവങ്ങൾ ഭൂമിയിലില്ല. ആദിയിലെ മനുഷ്യരുടെ കഥ ഭൂമിയുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ചില പ്രധാന കാര്യങ്ങൾ പറയുന്നുണ്ട്. ഗാന്ധിജിയുടെ വാക്കുകൾ കൂടി ഈ കഥയുമായി ചേർത്ത് വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് പ്രതികരണ കുറിപ്പ് തയ്യാറാക്കൂ. ആദി ജലത്തിന്റെ നാടാണ്. ആദിയിലുള്ളവർ ജലവുമായി ചേർന്നാണ് ജീവിക്കുന്നത്. മണ്ണും വെള്ളവും അനുഗ്രഹിച്ച് ഒരു മിനിറ്റ്. ഇത് ആദി എന്നാണ് കേട്ടോ. ഇത് വേണ്ട, മണ്ണും വെള്ളവും എന്നുള്ളത് വേണ്ട കേട്ടോ. ഈ സെന്റൻസ് കളയുക. ഓക്കെ. ആദി ജലത്തിന്റെ നാടാണ്. ആദിയിലുള്ളവർ ജലവുമായി ചേർന്നാണ് ജീവിക്കുന്നത്. ഇത്രയും മതി. ആദിയിൽ വയലുകൾ നികത്തുകയും നഗരമാലിന്യം തള്ളുകയും ചെയ്യാൻ തുടങ്ങിയതോടെ എന്നാണ് നമ്മുടെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. തുടങ്ങിയതോടെ ആദി വാസയോഗ്യമല്ലാത്തതാകുന്നു. ഓക്കെ. നഗരവൽക്കരണത്തിന്റെ ഭാഗമായി കാർഷിക സമൃദ്ധവും മത്സ്യസമ്പത്തും നിറഞ്ഞൊരു പ്രദേശത്തെ ഇല്ലാതാക്കുകയാണ് ഇവിടെ ഉണ്ടായത്. ഇവിടെ ഗാന്ധിജിയുടെ വാക്കുകൾ വളരെ പ്രസക്തമാണ്. എല്ലാ മനുഷ്യരുടെയും ആവശ്യങ്ങൾക്കുള്ള വിഭവങ്ങൾ ഭൂമിയിലുണ്ട്, എന്നാൽ ഒരാളുടെയും ആർത്തി തീർക്കാനുള്ള വിഭവങ്ങൾ ഭൂമിയിലില്ല. സാറാ ജോസഫിന്റെ ആദി എന്ന നോവലിൽ നമ്മൾ കാണുന്നതും ഇതുതന്നെയാണ്. പ്രകൃതി അതിൻ്റെ വിഭവങ്ങളും എല്ലാം ജീവജാലങ്ങൾക്കുമായി നൽകുന്നു. വിഭവങ്ങൾ മതി കേട്ടോ. ഇത് ടൈപ്പ് ചെയ്യുമ്പോൾ വരുന്ന മിസ്റ്റേക്കാണ്. വിഭവങ്ങൾ എല്ലാ ജീവജാലങ്ങൾക്കുമായി നൽകുന്നു. മൃഗങ്ങളും പക്ഷികളും അവയ്ക്ക് വേണ്ടത് മാത്രം എടുത്തുകൊണ്ട് ബാക്കി നാളേക്കായി കരുതി വയ്ക്കുകയാണ്. എന്നാൽ മനുഷ്യർ നാളേക്കായി കരുതി വയ്ക്കുന്നില്ല. എന്ന് മാത്രമല്ല, പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യുക കൂടിയാണ്. അപ്പം ഇവിടെ ഈ മണ്ണും വെള്ളവും എന്നുള്ള ഈ ഭാഗം വേണ്ട. ഇവിടെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സെൻറ്റൻസുകൾ ജോയിൻ ചെയ്യാം കേട്ടോ. ഞാനിത് എഴുതിയപ്പോൾ അറിയാതെ വന്ന ഒരു കാര്യമാണ് ഈ സെൻറ്റൻസ്. ഇത് വേണ്ട, അതിന് ശേഷമുള്ളത് മതി കേട്ടോ. ഒന്ന് വായിച്ചു നോക്കിയിട്ട് കറക്റ്റായിട്ട് എഴുതുക. ടൈപ്പ് ചെയ്തപ്പോൾ വന്ന ഒരു മിസ്റ്റേക്ക് മാത്രമാണിത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കുഞ്ഞിമാധുമയുടെ കഥാപാത്ര നിരൂപണമാണ് അടുത്തത് വരുന്നത്. കുഞ്ഞിമാധുമ എന്ന കഥാപാത്രം, അവരുടെ കഥാപാത്ര നിരൂപണമാണ്. നോക്കാം.
സാറാ ജോസഫിന്റെ ആദി എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ് കുഞ്ഞിമാത്തോമ്മ. കായലാൽ ചുറ്റപ്പെട്ടൊരു സ്ഥലത്ത് ജനിച്ചു വളർന്നത് കൊണ്ട് തന്നെ അവർക്ക് ജലത്തോടുള്ള ആത്മബന്ധം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അവർക്ക് ജലം ജീവവായു പോലെയാണ്. വികസനത്തിന്റെ മാലിന്യ നിക്ഷേപമായി മാറിയ ആദിയിൽ വേലിയിറക്കത്തിനും വേലിയേറ്റത്തിനും വലിയ മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. ഈ മാറ്റങ്ങളെ ഉൾക്കൊള്ളുവാനും മാറ്റങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് ജീവിക്കാനോ അവർക്ക് സാധിക്കുന്നില്ല. വേലിയേറ്റത്തിന് വെള്ളം എത്താതിരുന്നത് അവർക്ക് വിഷമമുണ്ടാക്കി. വേലിയേറ്റവും വേലിയിറക്കവും കൃത്യമായി അറിയാം അവർക്ക്. വേലിയേറ്റം ആ ജനതയ്ക്ക് ആഘോഷമാണ്. വെള്ളം കയറി വരുന്ന സമയം വെള്ളത്തിനെ കാണാതിരുന്നതിനാലാണ് കേട്ടോ. വേലിയേറ്റം നടക്കുന്ന സമയത്ത് വെള്ളത്തിനെ കാണാതിരുന്നതിനാൽ ആണ് അവർ വിഷമിക്കുന്നത്. എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. വേലിയേറ്റവും ഇറക്കവും അതിന്റെ സ്വാഭാവികതയിൽ നിന്നും മാറുന്നത് ആപത്താണ്. ഇവിടെ കുഞ്ഞിമാത്തോമ്മയുടെ വിരലുകൾ ചത്ത മത്സ്യങ്ങളെ പോലെ വിളറി വെളുത്തിരിക്കുന്നു എന്നും ചുണ്ടുകൾ കറുത്തുപോയിരിക്കുന്നു എന്നും എഴുത്തുകാരി പറയുന്നതിലൂടെ പ്രകൃതിക്ക് ദോഷമായി എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആവശ്യമുള്ളവരെ നോട്ട് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് വരുന്നത് വെള്ളം, മണ്ണ്. വെള്ളത്തിൽ വരച്ച വര പോലെയല്ല മണ്ണിൽ വരയ്ക്കുന്ന വരകൾ. നോവൽ ഭാഗത്ത് ഏതു സന്ദർഭത്തിലാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഈ പ്രയോഗത്തിന്റെ ആശയം എന്താണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവതരിപ്പിക്കൂ. നോക്കാം ആൻസർ. ഗണേശ സുബ്രഹ്മണ്യത്തിന്റെ സ്ഥലത്തെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിലാണ് വെള്ളത്തിൽ വരച്ച വര പോലെയല്ല മണ്ണിൽ വരയ്ക്കുന്ന വരകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെ നമുക്ക് കോഡ്സ് ആയി തന്നുകൊണ്ട് ഇത് കോഡ്സിൻ്റെ ഉള്ളിൽ തന്നെ ഇടുക കേട്ടോ. 2 കോമേനെ മേലെ ഇടണം. കോമേനെയാണ് കോഡ്സ് എന്ന് പറയുക. ഇത് ഇങ്ങനെ ഇതിനകത്ത് ഇടുക കേട്ടോ. വെള്ളത്തിൽ വരച്ച വര പോലെ എന്നത് ഒരു പ്രയോഗമാണ്. ആ വര നിലനിൽക്കില്ല. പ്രയോജനപ്പെടാത്ത കാര്യങ്ങളെ അടയാളപ്പെടുത്താൻ വെള്ളത്തിൽ വരച്ച വര പോലെ എന്ന പ്രയോഗം ഉപയോഗിക്കാറുണ്ട്. എന്നാൽ വെള്ളത്തിൽ വരച്ച വര പോലെയല്ല മണ്ണിൽ വരയ്ക്കുന്ന വരകൾ എന്ന് ഇവിടെ പറയുന്നു. മണ്ണിൽ വരയ്ക്കുന്ന വരകൾ സുനിശ്ചിതവുമായ അതിരുകൾ, സുനിശ്ചിതമായ അതിരുകളായി മാറുന്നു. കൃത്യമായി അളന്നു തിരിച്ച് ചിലതിനെ കമ്പിവേലി, ചിലതിന് മതിൽക്കെട്ട്, അങ്ങനെ മണ്ണിൽ വരയ്ക്കുന്നത് കൃത്യമായി വേർതിരിച്ചിരിക്കുന്നു. പ്രകൃതി വിഭവങ്ങൾ എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് എന്നത് മനുഷ്യൻ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കാതെ മനുഷ്യൻ അതിനെ അളന്നു മുറിച്ച് സ്വന്തമാക്കി വയ്ക്കുന്നതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ വെള്ളം, മണ്ണിൻ്റെ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വരുന്നത് പ്രകൃതിയും മനുഷ്യനുമാണ്. നമുക്ക് ഇതിൽ ഒരു ഉപന്യാസം എഴുതണം, ലഘു ഉപന്യാസം എഴുതണം. ആ മണ്ണിനടിയിൽ കിടക്കുന്നത് അനേകം തലമുറകളെ ഊട്ടി വളർത്തിയ മഹാനീർത്തടമാണ്. ഇനിയും അനേകം തലമുറകളെ ഊട്ടി വളർത്താൻ കെൽപ്പുണ്ടായിരുന്നവൾ ജീവൻ കൊടുത്തും പരിപാലിക്കേണ്ടതായിരുന്നു, പരിപാലിച്ചില്ല. പ്രകൃതിക്കുമേലുള്ള മനുഷ്യന്റെ ഇടപെടലിനെ കുറിച്ചാണല്ലോ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ വിഷയത്തെക്കുറിച്ചൊരു ലഘു ഉപന്യാസം എഴുതൂ. ഉപന്യാസത്തിൽ എന്തെല്ലാം ഉൾപ്പെടണം, അവ എങ്ങനെ ക്രമപ്പെടുത്തി എഴുതണം? പ്രകൃതിയും മനുഷ്യനുമാണ് കേട്ടോ നമ്മുടെ ടോപ്പിക്. പ്രകൃതിയുടെ സ്വാഭാവികമായ അവസ്ഥ, മനുഷ്യന്റെ ഇടപെടൽ, ആവാസ വ്യവസ്ഥയ്ക്ക് വരുന്ന മാറ്റം, ജലക്ഷാമം, പ്രകൃതി ദുരന്തങ്ങൾ, ജീവിവർഗങ്ങളുടെ വംശനാശം, ഇത്രയും കാര്യങ്ങൾ നമ്മളതിൽ ഉൾപ്പെടുത്തണം. നമുക്ക് നോക്കാം. നിങ്ങളൊരു ഹെഡിങ് കൊടുക്കുക കേട്ടോ. അതന്നെ ഹെഡിങ് കൊടുത്താൽ മതി. പ്രകൃതി മനുഷ്യൻ എന്നുള്ളത് പ്രകൃതി മനുഷ്യൻ തന്നെ ഹെഡിങ് കൊടുക്കുക. അതിന് ഉപന്യാസമാണ്. നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ സസ്യങ്ങളും ജന്തുക്കളും മറ്റു ജീവജാലങ്ങളും എല്ലാം പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഇത് ജീവമണ്ഡലത്തിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. ഭൂമിയിലെ ജീവജാലങ്ങളെ നിലനിർത്തേണ്ടത് അനിവാര്യമാണ്. മനുഷ്യന്റെ ആധിപത്യ മനോഭാവവും ചൂഷണവും ആവാസ വ്യവസ്ഥയ്ക്ക് വലിയ തോതിൽ മാറ്റങ്ങൾ വരുത്തുന്നു. ഇത് പ്രകൃതി വിഭവങ്ങളുടെ നിലനിൽപ്പിനെ വളരെ മോശമായാണ് ബാധിക്കുന്നത്. ഇത് ജീവമണ്ഡലത്തിന്റെ നിലനിൽപ്പിന്റെ തന്നെ അടിസ്ഥാന ഘടകമാണ്. എന്നാൽ ഈ വ്യവസ്ഥ താളം തെറ്റിയിരിക്കുന്നു. പല ജീവജാലങ്ങളും ഇന്ന് മൺമറഞ്ഞു പോയിരിക്കുന്നു. മറ്റു ചിലതിന് വംശനാശ ഭീഷണിയും പ്രകൃതി സൗഹൃദമല്ലാത്ത വികസനങ്ങൾ നടത്തുന്നതാണ് ഇതിനെല്ലാമുള്ള പ്രധാന കാരണം. ജലക്ഷാമം, വരൾച്ച, വംശനാശം, അവിടെയൊക്കെ ജലക്ഷാമം, വരൾച്ച, വംശനാശം, പ്രകൃതി ദുരന്തങ്ങളെല്ലാം മനുഷ്യന്റെ അശാസ്ത്രീയമായ കടന്നുകയറ്റം കൊണ്ട് തന്നെയാണ് സംഭവിക്കുന്നത്.
സാറ ജോസഫിന്റെ ആദ്യ എന്ന നോവലിൽ മണ്ണിട്ട് നികത്തിയ ജലാശയത്തെക്കുറിച്ചാണ് പറയുന്നത്. മണ്ണിനടിയിൽ കിടക്കുന്നത് അനേകം തലമുറകളെ ഊട്ടി വളർത്തിയ മഹാനീർത്തടമാണ്. അനേകം തലമുറകളെ ഊട്ടി വളർത്താൻ കെൽപ്പുണ്ടായിരുന്നവൾ എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് ഒരു പ്രസ്താവനയാണ്. നാം സംരക്ഷിക്കേണ്ട ജലാശയം വരും തലമുറകൾക്കായി സൂക്ഷിക്കേണ്ടിയിരുന്നത് കൂടെയാണ്. ഇതാണ് കേട്ടോ ഇവിടെ ഈ സൂക്ഷിക്കേണ്ടിയിരുന്നത് കൂടിയാണ്. അതിനു പകരം നശിപ്പിക്കുകയാണ് ഇവിടെ ചെയ്തത്. പ്രകൃതി വിഭവങ്ങളെ നശിപ്പിക്കാതെ നാളത്തെ തലമുറയ്ക്കായി സംരക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ വരികൾ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ആക്ടിവിറ്റീസ്. നമ്മൾ ഈ പാഠഭാഗം മുഴുവനായിട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.